അടങ്ങിയിരിക്കടാ, സൂചി കുത്തി കയറി ഞാൻ എടുക്കട്ടെ. ഓ, കണ്ണും കണ്ടൂടല്ലോ. അത് ശരി, അച്ഛമ്മയ്ക്ക് കണ്ണാണല്ലേ, ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചോ. അടങ്ങു കുഞ്ഞേ നോ. ഓ എടാ, ഇതേ എന്റെ കണ്ണ് കാണാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, ഈ നിന്റെ കാലെ കുത്തി കയറിയിരിക്കുന്ന ചെറിയ മുള്ള. അടങ്ങടാ അങ്ങോട്ട്. അമ്മ ഇവിടെ വന്നിരിക്കായിരുന്ന പിന്നെ ഞാൻ നിന്റെ മടിയിൽ കയറിയിരിക്കണോ? ഇത് പിടിച്ചറക്ക അമ്മേ, എന്റെ തലയിൽ 2 പേരണം വെച്ച് ഭയങ്കര ചൊറിച്ചിലൊന്നും എടുത്തരുമോ? ഇതിവിടെ ഇവിടെ ഒരു പണി ചെയ്ത കണ്ടില്ലേ? അപ്പോഴാ ഒരു പേന്. നിന്റെ കാലം പറ്റി? ഞാൻ ചെരുപ്പിടാതെ ഒന്ന് കളിച്ചതാണ്, ഏതോ ഒരു മുള്ളു കുത്തിപ്പോയി. ഈ കണ്ണ് കാണാത്ത എന്റെ അമ്മയെ കൊണ്ടാണ് നോക്കിപ്പിക്കണത്. നീ ഇവിടെ മറ്റുള്ളവരെ മെക്കിട്ട് കയറുന്ന പോലെ എന്റെ അടുക്കൽ അങ്ങനെ മെക്കിട്ട് കയറാൻ വന്നിട്ടല്ലോ. ഞാനിവിടെ ആരുടെ മെക്കിട്ട് കയറിയെന്നാണ് അമ്മ പറയണത്? എടി, ആ സഞ്ജു പരീക്ഷയ്ക്ക് പോയപ്പം നീ മുടക്കാൻ നിന്നില്ലടി അല്ലേ? എന്റെ അമ്മയെ അവൻ പരീക്ഷ എഴുതായിരുന്നു ജയിക്കാൻ പോണില്ല. നീ ഇങ്ങനെ പ്രാഗി നടന്നോ? അവനെങ്ങാനും സർക്കാർ ജോലി കിട്ടിയാലുണ്ടല്ലോ, ഞാൻ എന്റെ സ്വത്തുക്കൾ മുഴുവൻ അവന്റെ പേരിൽ എഴുതി വെക്കും. അതിന് ഞാൻ എന്റെ മോന് ചാവണം. എന്ത് സ്വഭാവം അപ്പച്ചിക്ക്? നിന്റെ സ്വഭാവത്തിനെക്കാളും നല്ല. അതിന് എന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പം? എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? പോയില്ലേ? ഞാൻ പോവൂല. എനിക്ക് ചുറ്റിലും ചെവിയാ. ഞാൻ ഈ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ചെവി. കുണു 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 കുണ. ഞാൻ എന്ത് പറഞ്ഞാലും കുണു 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 കുണ. പേനെടുത്ത് തരണം കേട്ടോ. നീ ഓടി വേണേ, ഈ കൊച്ചിന്റെ ഈ മുള്ളൊന്നും എടുക്കാൻ ഞാൻ നോക്കുക. ആ കണ്ണാടി അവിടെ വെച്ചോ കണ്ടുമില്ല. അമ്മ കണ്ണ് കാണുന്ന ആരെക്കൂടി കൊടുക്കമ്മ. ചക്കന്റെ അമ്മ സർജറി ചെയ്ത പോലെ ആക്കരുത്. ഈ പിള്ളേരെയൊക്കെ വളർത്തിയത് ഞാൻ തന്നെയാ, അല്ല നീയൊന്നും അല്ലല്ലോ. ഉള്ളെടുത്ത് കൊടുക്ക്. ആ, കൊടുത്തോളാം. അവന് എൻട്രൻസ് എഴുതി കിട്ടുമായിരിക്കും അല്ലടാവേ? എന്റെ പ്രകാശം, നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. അവന് കിട്ടിയില്ല പിന്നെ വേറെ ആർക്ക് കിട്ടാനാ? അത് ശരിയാ. പിന്നെ ഇനി അഥവാ എൻട്രൻസ് തോറ്റുപോയാലും നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവിടെ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടത്തില്ലേ? ഏത്? ഞാൻ ആദ്യം നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞ കാര്യമാണ് പിടിച്ചോണ്ടിരിക്കണത്. ആ, അതൊക്കെ ഞാൻ ചുമ്മാ അവരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഓളത്തിന് പറഞ്ഞാണ്. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് പോലും ഇല്ല. എന്തുവാണ് ഇത്? എന്ത്? ഇപ്പൊ ആ പ്രതീക്ഷയും പോയി. ആ, നിങ്ങളുടെ പ്രതീക്ഷ കയറി വന്നു. നോക്ക് ഇവിടെ മക്കളെ, എന്താടാ അച്ഛാ, അത് എന്തത് പറ. എടാ ബില്ലപ്പ് കൊടുക്കാണ്ട് പറയടാ എന്താന്ന് വെച്ചാ. അല്ല വേണമെങ്കിൽ അത് പിന്നെ ഷേ പറ. എനിക്ക് അഡ്രസ് കിട്ടി. ഇനി പൈസ ഉണക്കാതെ സംഗീതം ഫ്രീ ആയിട്ട് പഠിക്കാം. കിട്ടും കിട്ടും, ആനമുട്ട കിട്ടും കിട്ടും. കിട്ടി ആനമുട്ടയല്ല, എൻട്രൻസ് എഴുതി പാസ്സായി. എവിടെന്ന്? എടി അനിയത്തി. അയ്യോ, അനിയത്തല്ല, അവള് ചൊറിയത്തി. ആ എടി ചൊറിയത്തി, എന്റെ മോൻ എൻട്രൻസ് എഴുതി പാസ്സായി. അവൻ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇനി ഗവൺമെന്റ് ജോലിയുടെ കാര്യം നിന്റെ മകള് ഗോപി. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും അവിടെ പോയി പഠിച്ചാ പോരെ? അതിന് അങ്ങനെ ചുമ്മാ വഴിയെ പോണവരൊന്നും അവിടെ പഠിപ്പിക്കത്തില്ല. ഇതുപോലെ ബുദ്ധിയുള്ളവർ എഴുതി എൻട്രൻസ് പാസ്സാകണം. എന്റെ പേപ്പർ നോക്കിട്ടെ ആ സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞറിയോ എന്തോന്ന്. എന്താ പറഞ്ഞേ? പറ്റാത്ത പണിക്ക് എന്തിനാ പോണേന്നാവും. ചൊറിയത്തി. അതെ, അപ്പച്ചിയുടെ മോളോട്. അച്ഛാ, എന്നോട് പറയാണേ, യു ക്യാൻ ബി മൈ ടീച്ചർന്ന്. അങ്ങനെ നിന്റെ മുഖത്ത് നോക്കിയാണോ പറഞ്ഞത്? ആ, അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. നിനക്ക് എന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇല്ല. ആ അധ്യാപകൻ ഇവനോട് പറഞ്ഞത് വേണമെങ്കിൽ നിനക്ക് എന്റെ അധ്യാപകനാകാമെന്ന്. ആണോ? കൊടി കൈ മോനെ കലക്ക്. നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു തരും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൈസ ആയിട്ട് തരാം. നിനക്ക് ഇഷ്ടമുള്ളത് നീ മേടിച്ചോ. എന്താ? ഇപ്പഴല്ല, പിന്നെ ഗൂഗിൾ പേ ചെയ്തു തരും. ചക്കര മുത്ത്. നിനക്കേ ഞാൻ പോയി കുറച്ച് സ്വീറ്റ്സ് മേടിച്ചോണ്ട് വരാം. മഞ്ഞളിടു മതി അച്ഛാ. മഞ്ചൽ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പോട്ടാ. ഞാനും നമുക്ക് മുന്തിരിയുള്ള ലഡു നോക്കി മേടിക്കാം. കറക്റ്റ്. അപ്പൊ ഈ സ്വത്തിന്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായി കേട്ടോ അപ്പച്ചി. ഇനി ഈ വരുത്തുമ്പോഴൊക്കെ ഇനി ഞാനും കൂടെ അറിയേണ്ടി വരും കേട്ടാ. ശരി, നമുക്ക് കുറച്ച് ബൂസ്റ്റ് എല്ലാം വാങ്ങിച്ചു കൊടുക്ക്. പഠിക്കട്ടെ കൊച്ചി. പോട്ടെ. ഈ കാണാറിന് കിട്ടിക്കാണോ? അയാളെ ബുദ്ധി തോന്നില്ലല്ലോ. വീട്